എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. ഇതിൻ്റെ ഈ സൗന്ദര്യം കാരണം, ഇതിൻ്റെ മനോഹരത്വം കാരണം ഇതൊരു വീഡിയോ ആക്കണമെന്ന് ചിന്തിച്ചു. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന വഴിയിൽ കോന്നി കഴിഞ്ഞിട്ട് കൂടൽ എന്ന സ്ഥലം, കൂടലിൽ നിന്ന് നേരെ മുകളിലോട്ട് എലിക്കോട് നിരത്തുപാറ വഴി പോകുമ്പോൾ രാജഗിരി എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതാ കൂടലിൽ നിന്ന് വരുന്ന ആ വഴിയാണ്. കൂടലിൽ നിന്ന് വന്ന് എലിക്കോട്ടോട്ട് പോകുന്ന വഴിയാണ്. പുന്നമൂട് കഴിഞ്ഞ് ഏതാണ്ട് 1 കിലോമീറ്റർ വരെ പോകണ്ട, അതിന് മുമ്പ് ഇടത് സൈഡിലുള്ളതാകുന്ന പൊക്ക പോലത്തെ സ്ഥലമുണ്ട്. അവിടെയാണ് ഇങ്ങനെയൊരു മനോഹരമാകുന്ന കാഴ്ച നമുക്ക് കിട്ടുന്നത്. ഇവിടെയെല്ലാം രാജഗിരി എസ്റ്റേറ്റിൻ്റെ റബ്ബറുകളായിരുന്നു പ്ലാന്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ റബ്ബറെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഒരു റീപ്ലാന്റിന് വേണ്ടി അത് ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞിലേക്ക് ഇതിലേക്ക് കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവരത് ഒരു വഴിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്, ആർക്കും ഇറങ്ങി പോകത്തക്ക നിലയിൽ. പണ്ട് കുട്ടികളും സ്ത്രീകളൊന്നും ഇവിടെ വരില്ലായിരുന്നു. അത്രയ്ക്കൊരു ഡാർക്ക് ഏരിയ ആയിരുന്നു ഈ സ്ഥലം. ഇന്ന് ഈ സ്ഥലം ഒരുപാട് ടൂറിസ്റ്റ് വരികയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഇതിൻ്റെ പേര് ഞങ്ങൾ എരപ്പംകുഴി എന്നാണ് പറയുന്നത്. എരപ്പംകുഴി വെള്ളച്ചാട്ടം എന്നാണ് ഞങ്ങളിതിനെ പൊതുവെ പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരായിട്ട് ഇവിടെ വരികയും ഇവിടെ നിന്ന് കുളിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അന്ന് അധികം ആൾക്കാരൊന്നുമില്ല, വല്ലപ്പോഴും ആരെങ്കിലും വന്നാലായി. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം വൃത്തിയൊന്നുമില്ലാതെ കാടുകൾ പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പാകത്തിന് എല്ലാം ഒരു ദൃശ്യവിസ്മയം ഒഴുകി വെച്ചിരിക്കുകയാണ്. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അന്നുള്ളതാകുന്ന അപ്പച്ചന്മാരും അങ്കിളുമാരും ഒക്കെ ഞങ്ങളോട് ഈ സ്ഥലത്തെപ്പറ്റി ഒരുപാട് കഥകൾ, പ്രേതക്കഥകളും കുട്ടിച്ചാത്തൻ കഥകളും ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയായിരുന്നു. പരുത്തുപൂക്കൊണ്ടൊന്നും അവിടെ ആരും ചെല്ലരുത്, പോകരുത്. പിന്നാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ പിള്ളേരാരും ഇവിടെ പോയി വെള്ളത്തിൽ കളിച്ച് അപകടം ഉണ്ടാക്കരുതെന്നുള്ള ചിന്തയിലാണ് അവരന്ന് ഞങ്ങളുടെ ഇതൊക്കെ പറഞ്ഞു തന്നത്. എന്നാൽ ഇന്ന് പല ദൂരദേശത്തിൽ നിന്നും മനുഷ്യർ കുടുംബമായിട്ടും കുഞ്ഞുങ്ങളെയും കൊണ്ടും ഒക്കെ വന്ന് ഈ വെള്ളച്ചാട്ടം അവരത് എൻജോയ് ചെയ്യുന്നു. പല യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ് ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നുണ്ട്. ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മനോഹരത്വം എന്ന് പറയുന്നത്. ഞാനും വൈഫും കൂടെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് തിരികെ പോകുന്ന വഴിയിലാണ് ഇവിടെ ഇറങ്ങിയത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് യൗവനക്കാരവിടെ വന്ന് കുളിക്കുന്നുണ്ട്. ഞങ്ങൾ തിരികെ പോകുന്നതിന് മുമ്പേ കുറച്ച് സ്കൂൾ കുട്ടികളും, കോളേജിൽ പഠിക്കുന്നവരാണെന്ന് തോന്നുന്നു, വ്ളോഗ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് വരികയും ഈ ഒരു പ്രകൃതി സൗന്ദര്യം എൻജോയ് ചെയ്യുകയും ചെയ്യുക. വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണിത്.